ഗർഭകാലം എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണെങ്കിലും വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സമയമാണ് കൂടെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗർഭകാലത്തുണ്ടാകുന്ന പ്രമേഹം എന്ന അവസ്ഥ. ഗർഭകാലത്തെ പ്രമേഹത്തെ രണ്ടായിട്ട് മെയിനായിട്ട് തരംതിരിക്കും. 24 ആഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്നത്, അതാണ് ജെസ്റ്റേഷണൽ ഡയബറ്റിസ്. 90% സ്ത്രീകളിലും അതാണ് കാണുന്നത്. അതേസമയം ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് പ്രഗ്നൻ്റ് ആകാം 10%. അതിനെ നമ്മൾ പ്രീ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് അഥവാ ഓവർ ഡയബറ്റിസ് എന്ന് പറയും. ഈ അവസ്ഥ ഉണ്ടാകുന്നത് ചില ആളുകൾ കൂടുതലാണെങ്കിലും, അതായത് 30 വയസ്സിന് കഴിഞ്ഞ ആൾക്കാർക്ക്, അമിതവണ്ണമുള്ളവർക്ക്, ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് കാണപ്പെടുവാനുള്ള ചാൻസ് കൂടുതലാണെങ്കിലും ആർക്കും ഈ അവസ്ഥ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ കൃത്യമായ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്ത് ഇത് ഉള്ള ഒരു ഗർഭാവസ്ഥയിൽ ഇതുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അത് നമ്മൾ ആദ്യത്തെ 3 മാസങ്ങളിലും പിന്നീട് 24 ആഴ്ചയ്ക്ക് ശേഷം 32 ആഴ്ചയ്ക്ക് ശേഷവും ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുകയും അതിൻ്റെ ലെവൽ കൂടുതലാണെങ്കിൽ ഗർഭാവസ്ഥയിലെ പ്രമേഹം എന്ന ഒരു രീതിയിലേക്ക് പേഷ്യൻറ്റിനെ തരംതിരിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് നമ്മളിത് കണ്ടുപിടിക്കേണ്ടത് ഇത്രത്തോളം ആവശ്യമായിരിക്കുന്നത്? അമ്മയിലും കുഞ്ഞുങ്ങളിലും സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകാം. അമ്മയിലാണെങ്കിൽ സിസേറിയൻ്റെ അളവ് കൂടുകയും രക്താതിസമ്മർദ്ദം ഉണ്ടാകുകയും ഡെലിവറിക്ക് ശേഷം ബ്ലീഡിങ്ങിൻ്റെ ചാൻസ് കൂടുകയും ചെയ്യും. കുഞ്ഞിനാണെങ്കിൽ അബോർഷൻ, അകാരണമായ മരണപ്പെടൽ, ജാനധിക വൈകല്യങ്ങൾ, മാസം തികയാതെയുള്ള പ്രസവം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കേണ്ടതും ട്രീറ്റ് ചെയ്യേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. ഒരിക്കൽ നമ്മൾ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ ട്രീറ്റ്മെൻറ്റ് ഏതൊക്കെ വിധത്തിൽ തിരിക്കണം എന്നുള്ളത് പ്രധാനമായും 3 കാറ്റഗറിയിലാണ് വെച്ചിരിക്കുന്നത്. ആദ്യത്തേത് കൃത്യമായ ഭക്ഷണശീലം അഥവാ മെഡിക്കൽ ന്യൂട്രീഷണൽ തെറാപ്പി. അതായത് 3 പ്രാവശ്യത്തിന് പകരം 6 പ്രാവശ്യമായി കുറേശ്ശെ ലെവലിൽ കഴിക്കുക, അന്നജത്തിൻ്റെയും പഞ്ചസാരയുടെയും അളവ് കുറയ്ക്കുക, ഇലവർഗ്ഗങ്ങളും പയർവർഗ്ഗങ്ങളും ധാരാളമായി ഉൾപ്പെടുത്തുക. രണ്ടാമത് എക്സസൈസ്, മോഡറേറ്റ് എക്സസൈസ്, അതായത് അരമണിക്കൂർ വീതം ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നടക്കുന്നത് വളരെ നല്ലതാണ്. ഇത് രണ്ടും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വീണ്ടും ഷുഗർ കൂടുതലായിട്ട് കണ്ടാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇൻസുലിനോ ടാബ്ലറ്റോ കഴിക്കുവാൻ തുടങ്ങാം. ഒരിക്കൽ ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ കൃത്യമായ അളവിൽ ഷുഗർ നോക്കുകയും കുഞ്ഞിനെ മോണിറ്റർ ചെയ്യുകയും വേണം. എല്ലാ വിധത്തിലും കുഞ്ഞിൻ്റെയും അമ്മയുടെയും അവസ്ഥ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ 38 ആഴ്ചയ്ക്ക് ശേഷം ഡെലിവറി ചെയ്യിപ്പിച്ചാൽ മതിയാകും. എന്നാൽ എപ്പോഴെങ്കിലും രക്തത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് വല്ലാതെ കൂടുകയോ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് പ്രശ്നം നേരിടുകയോ വന്നാൽ നേരത്തെ ഡെലിവറി ആക്കേണ്ട ആവശ്യമുണ്ട്. ഡെലിവറിക്ക് ശേഷം ഉടനെയും 6 ആഴ്ചയ്ക്ക് ശേഷവും വീണ്ടും ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള സ്ത്രീകളിൽ അടുത്ത പ്രഗ്നൻസിയിലും മധ്യവയസ്കിലും വീണ്ടും അമിതവണ്ണം, രക്താതിസമ്മർദ്ദം, ഡയബറ്റിസ് ഇതൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഭക്ഷണശീലം, റെഗുലർ എക്സസൈസ്, കൃത്യമായ ഇൻ്റർവെൽ ഷുഗർ നോക്കുക എന്നുള്ള കാര്യങ്ങൾ ഈ സ്ത്രീകൾ ജീവിതകാലം മുഴുവൻ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യവുമുണ്ട്. Thank you.